നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ അതിജീവിതമാർക്ക് ഗവൺമെന്റ് സകല പിന്തുണയും നൽകും, ഇവരുടെ എന്താവശ്യവും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട എന്താവശ്യത്തിനും സർക്കാർ ഒപ്പം ഉണ്ടാവുമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഈ പരാതിക്കാരെ കണ്ടെത്തുക എന്നതാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ആ രീതിയിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, സ്ത്രീകളെ പിന്നാലെ ചെന്ന് അല്ലെങ്കിൽ സ്ത്രീകളുടെ പിന്നാലെ തുടരെ ചെന്ന് അവർക്ക് ശല്യമാവുന്ന രീതിയിൽ പ്രതികരിച്ചു അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയച്ചു എന്ന തരത്തിൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ആ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ കേസെടുത്തതിന് പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിലില്ല, അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനം പറയാൻ സാധിക്കില്ല എന്നാണ്. ഇത് മനുഷ്യനെ പട്ടിയാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊട്ടിമുളച്ച് MLA ആയ ആളല്ല. ഈ UDFന്റെ മുന്നണി സംവിധാനത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തിയിൽ മത്സരിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അയാളെ ഇത്തരത്തിലൊരു സ്ത്രീ പീഡകനായ അയാളെ ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കൃത്യമായും മറുപടി പറയേണ്ടത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. എന്തായാലും കേസ് എടുത്തിരിക്കുന്നു, FIR ഇട്ടിരിക്കുന്നു. FIR ഇട്ടില്ല, മറ്റ് മുകേഷിനെതിരെ FIR ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടതുപക്ഷ MLAമാർക്കെതിരെ FIR ഉണ്ടായിരുന്നു, രാഹുലിനെതിരെ FIR ഉണ്ടായിരുന്നില്ല എന്ന ഒരു വാദമുയർത്തിയാണ് ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിച്ചത്. ഇപ്പോൾ ഇതാ FIR ഇട്ടിരിക്കുന്നു. FIR ഇട്ട സ്ഥിതിക്ക് ഇനി MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളല്ല എന്ന് പറഞ്ഞ് കഴിയൊഴിയുന്നത് പാലക്കാട്ടെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമാണ്. പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ VD സതീശനും സണ്ണി ജോസഫും KX സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഇത് ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടെ പോയി പ്രചരണം നടത്തിയത് ഇവരൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് ധാർമ്മികമാണോ എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ അവശേഷിക്കുന്ന നട്ടലുള്ള നേതാക്കളെങ്കിലും ആലോചിക്കണം.